ഓൾറെഡി നമ്മളിപ്പോൾ പോർട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം, അതായത് ഡിസംബർ 2024 നമ്മൾ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴുള്ള സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ശരിക്കും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 850 കപ്പലുകൾക്ക് മേലെ നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് സേവനങ്ങൾ നൽകാൻ സാധിച്ചു. 1.25 മില്യൺ TEUs ആണ് നമ്മൾ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം അത്രയും അധികം വരുമാനവും നമ്മുടെ രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുമാനം എന്ന് പറയുമ്പോൾ 500-600 കോടി രൂപ വരുമാനവും GST മാത്രം നമുക്ക് 150-200 കോടി രൂപ GST മാത്രമായിട്ട് നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻസ്, അതായത് പ്രവർത്തനം ക്ഷമത എന്നുള്ളത് വെച്ച് നമുക്ക് ലഭിക്കുന്ന വരുമാനം, അതിൽ നിന്നും ലഭിക്കുന്ന നികുതി എന്നുള്ളത് മാത്രമല്ലാതെ വികസനത്തിനായി വരുന്ന നിക്ഷേപങ്ങൾ. അപ്പോൾ അടുത്ത ഒരു 3 വർഷത്തിൽ, നമ്മളിപ്പോൾ 2026 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതേ സമയം നമ്മൾ 2029 സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം 20,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും അനുബന്ധ വികസനത്തിന് മാത്രമായി ഉറപ്പായിട്ടും വന്നു കാണുന്നു. പിന്നെ അതല്ലാതെ